ഹലോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ക്രൈം ആണ് അല്ലെ. വയലന്റ് ക്രൈം, വൈറ്റ് കോളർ ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം, ഫിനാൻഷ്യൽ ക്രൈം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൈം സീൻ, അതേപോലെ ക്രൈം സീന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്രൈം സീൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ക്രൈം സീൻ ട്രയാങ്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ക്രൈം സീനിന് മെയിൻ ആയിട്ട് മൂന്ന് കോൺസ്റ്റന്റ്സ് ആണ് ഉള്ളത്. ഒന്നാണ് വിക്ടിം, രണ്ടാമത്തത് സസ്പെക്ട്, മൂന്നാമത്തത് എവിഡൻസ്. ഓക്കെ. ഈ എവിഡൻസ് എന്ന് പറയുന്നതാണ് ഒരു കോമൺ കോൺസ്റ്റന്റ് ആണ്. കാരണം വിക്ടിമിനെയും സസ്പെക്ടിനെയും മാത്രമല്ല, വിക്ടിമിനെയും സസ്പെക്ടിനെയും ആ ഒരു പർട്ടിക്കുലർ ക്രൈം സീനും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. എവിഡൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിരിക്കും ഇൻ കേസ് ഓഫ് കൺവെൻഷണൽ ക്രൈംസ്. ഓക്കെ. അതേപോലെ വിക്ടിമിനെയും സസ്പെക്ടിനെ ആര് കണക്ട് ചെയ്യും? എവിഡൻസ് കണക്ട് ചെയ്യും അല്ലെ. സസ്പെക്ടിനെ ക്രൈം സീനിനെ ആര് കണക്ട് ചെയ്യും? എവിഡൻസ് കണക്ട് ചെയ്യും. വിക്ടിമിന് ക്രൈം സീന് കണക്ട് ചെയ്യുന്ന ആരാ? എവിഡൻസ്. സോ എവിഡൻസ് ഈസ് എ കോമൺ കോൺസ്റ്റന്റ്. സോ ക്രൈം സീനിന് മെയിൻ ആയിട്ട് മൂന്ന് കോൺസ്റ്റന്റ് ആണ്: വിക്ടിം, സസ്പെക്ട് ആൻഡ് എവിഡൻസ്. ഇവരാണ് ഒരു ക്രൈം സീൻ ആവുന്നത്. ഓർത്തിരിക്കുക, അതിന്റെ കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ക്രൈം സീൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് എ ക്രൈം സീൻ. ക്രൈം സീൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രൈം സീൻ എന്താണ്? ഇറ്റ്സ് എ പ്ലേസ് where the crime is committed or where the maximum physical evidence where the crime is found is known as a crime scene. ഉദ്ദേശം ഒന്നുമില്ല. ക്രൈം സീൻ എന്ന് പറയുന്നത് എ പ്ലേസ് വെയർ ആക്ച്വൽ ക്രൈം ഈസ് കമ്മിറ്റഡ്. ഓക്കെ, ആക്ച്വൽ ക്രൈം ഈസ് കമ്മിറ്റഡ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് ക്രൈംസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൈംസ് പഠിക്കുമ്പോൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ആക്ച്വൽ ക്രൈം ഈസ് കമ്മിറ്റഡ് അല്ലെങ്കിൽ ടേക്കൺ പ്ലേസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് വേർ ദ ക്രൈം ഈസ് കമ്മിറ്റഡ് ഓർ വേർ ദ മാക്സിമം ഫിസിക്കൽ എവിഡൻസ് റിലേറ്റഡ് ടു ദ ക്രൈം ഈസ് ഫൗണ്ട്. അല്ലെ, ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ആണ്, മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ. അടുത്ത പോയിന്റ്, എ ക്രൈം സീൻ ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ വിച്ച് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി സസ്പെക്ട് ആൻഡ് ദി വിക്ടിം. അല്ലെ, ക്രൈം സീനിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കോൺസ്റ്റന്റ് ആരാണ്? എവിഡൻസ്, വിക്ടിം, സസ്പെക്ട്. സോ ഒരു സസ്പെക്ട് ഉണ്ടെങ്കിൽ, ഒരു വിക്ടിം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സസ്പെക്ട് അല്ലെങ്കിൽ ഒരു കൾപ്രിറ്റ് ഉണ്ടാവും അല്ലെ. സോ ഒരു ക്രൈം സീൻ നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്, എവിഡൻസ് ആയാലും എല്ലാം കിട്ടുന്നത്. സോ അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഹെൽപ്സ് ടു റീകൺസ്ട്രക്ട് ദി ക്രൈം ആൻഡ് ഫാസ്റ്റ് റെസൊല്യൂഷൻ ഓഫ് ദി കേസ്. ഒന്നുമില്ല, ഈ എവിഡൻസ് ഒക്കെ വെച്ചിട്ടും അതേപോലെ സസ്പെക്ടും വിക്ടിം തമ്മിലെ ലിങ്ക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്രൈം സീനിന്റെ ഇവന്റ്സ് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് ആക്ച്വലി നടന്നതെന്ന് എക്സാക്ട്ലി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ബേസ്ഡ് ഓൺ ഫാക്ട്സ് അല്ലെ, ലോജിക് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു തിയറി ഫോം ചെയ്യും. ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ബേസ്ഡ് ഓൺ എവിഡൻസ് കളക്റ്റഡ് അല്ലെ, വിക്ടംസിന്റെ സ്റ്റേറ്റ്മെന്റ്, സസ്പെക്ടിന്റെ ഇന്റൻഷൻ സ്റ്റേറ്റ്മെന്റ്, ഇതുപോലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു തിയറി ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും. ഇപ്പം ഈ ഡമ്മി ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കണ്ടിട്ടില്ല, അതൊക്കെ എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് റീകൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. റീകൺസ്ട്രക്ഷന്റെ വീഡിയോ വരുന്നതായിരിക്കും. അടുത്തത്, ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് ദ ക്രൈം സീൻ ഇസ് നോട്ട് ലിമിറ്റഡ് ടു എ സിംഗിൾ പ്ലേസ് ബട്ട് മേ എക്സ്റ്റെൻഡ് ടു എ വൈഡർ ഏരിയ ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ക്രൈം കമ്മിറ്റഡ്. അതായത് അത് നമ്മൾ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൈം പറയുമ്പോൾ നമ്മളത് പറയും. എന്തുകൊണ്ടാണ് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു എ സിംഗിൾ പ്ലേസ് എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇഫ് എ മർഡർ ഇസ് കമ്മിറ്റഡ് അറ്റ് വൺ പ്ലേസ് ആൻഡ് ദ ബോഡി ഈസ് ഡംപ്ഡ് ഓർ ഡിസ്പോസ്ഡ് ഇൻ അനദർ പ്ലേസ്. അപ്പൊ എന്താണ്, ക്രൈം സീൻ അവിടെ എക്സ്റ്റെൻഡ് ആയി, ഒരു ക്രൈം സീൻ അല്ല അവിടെ ഉള്ളത്. ഓക്കെ. അപ്പൊ എന്താണ്, ഒരു മർഡർ ചെയ്തത് ഒരു ഏരിയയിലാണ്, ഡംപ് ചെയ്തത് വേറെ ഏരിയയിലാണെങ്കിൽ എന്താണ്, രണ്ട് ക്രൈം സീൻ അവിടെ വന്നു അല്ലെ, ഒരു എക്സ്റ്റൻഷൻ അവിടെ വന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൈം സീനിൽ പഠിക്കാം. സോ ക്രൈം സീൻ മെയിൻ ആയിട്ട് രണ്ട് ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ എവിഡൻസ് ഫൗണ്ട്. ബേസ്ഡ് ഓൺ എവിഡൻസ് ഫൗണ്ട്. രണ്ടാമത്തെയാണ് ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒക്കറൻസ്. ഓക്കെ, ഒക്കറൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ എവിഡൻസ് ഫൗണ്ട് ഓൺ ദി ക്രൈം സീൻ, അതായത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ക്രൈം സീൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൈമറി ക്രൈം സീൻ? ദി ക്രൈം സീൻ വെർ ദി ആക്ച്വൽ ക്രൈം ഒക്കേർഡ്. അതായത് ബേസിക്കലി പ്രൈമറി ക്രൈം സീൻ അല്ലെങ്കിൽ എന്താണ്, ക്രൈം സീൻ എന്ന് വിളിക്കാൻ പറ്റുന്ന എന്താണ്, പ്രൈമറി ക്രൈം സീൻ ആണ്. അവിടെയാണ് ആക്ച്വൽ ക്രൈം കമ്മിറ്റ് ചെയ്തത്. അവിടെ നിന്നാണ് നമുക്ക് വാല്യുബിൾ അല്ലെങ്കിൽ മോർ യൂസബിൾ പീസസ് ഓഫ് എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ആക്ച്വൽ ക്രൈം സീനിലല്ല ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉണ്ടാവുക. ഇപ്പം
മേർഡർ ഒരു ഏരിയയിൽ കമ്മിറ്റ് ചെയ്തു, ആ പർട്ടിക്കുലർ ബോഡി വേറൊരു ഏരിയയിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബോഡി മാത്രമായിരിക്കും ചിലപ്പോൾ എവിഡൻസ് ആയിട്ട് കിട്ടുക. കൊലയാളി അല്ലെങ്കിൽ ഈ പറഞ്ഞ കൾപ്രിറ്റ് സമർത്ഥനാണെങ്കിൽ ചിലപ്പോൾ ബോഡി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കൾപ്രിറ്റിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എവിഡൻസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ ആക്ച്വൽ ക്രൈംസിൽ എന്താണ്, ബോഡി കൂടാതെ ഒരുപാട് എവിഡൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് പ്രൈമറി ക്രൈം സീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ മേർഡർ സീൻ, തെഫ്റ്റ്, അസോൾട്ട്, അതായത് ആക്ച്വലി നടന്നൊരു ക്രൈം സീൻ ആണ്. രണ്ടാമത്തെയാണ് സെക്കൻഡറി ക്രൈം സീൻ, അതായത് രണ്ടാമത്തെ കേസ്. A crime scene which is some or another way related to the crime, but it is not the actual place where the actual crime is committed. അതായത് ബോഡി ഡംപ് ചെയ്ത ഏരിയ, മേർഡർ ചെയ്തത് ഒരു ഏരിയയിലാണ്, ഡംപ് ചെയ്തത് വേറെ ഏരിയയിലാണെങ്കിൽ ആ ഡംപ് ചെയ്ത ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ക്രൈം സീൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ക്രൈം സീൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ആക്ച്വൽ ക്രൈം അവിടെ നടന്നിട്ടില്ല. അതായത് ഒരു ക്രൈമിന്റെ ഏരിയ മറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എവിഡൻസ് കിട്ടരുത് എന്നുള്ള രീതിയിൽ എന്താണ് ആ ഏരിയനെ അവിടെ ഹൈഡ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ആ ക്രൈം നടന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബോഡി കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് ഡംപ് ചെയ്യാണ്. ആ ഒരു ഏരിയയാണ് സെക്കൻഡറി ക്രൈം സീൻ എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇറ്റ് മേ പ്രൊവൈഡ് എ സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ ദി സസ്പെക്ട് ആൻഡ് വിക്ടിം. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ബോഡി ചാക്കിൽ കെട്ടിയ രീതിയിലാണ് എന്ത് കാണപ്പെട്ടത് ഏരിയയിൽ. അപ്പം ഒരു എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫോറൻസിക് എക്സ്പേർട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്ത് തീരുമാനിക്കും, അത് ഈ ഏരിയയിലല്ല അല്ലെങ്കിൽ ഇവിടെയല്ല ഈ ക്രൈം നടന്നിട്ടുള്ളത്. കാരണം പ്രൈമറി ക്രൈം സീനിലാണെങ്കിൽ ഒരു എവിഡൻസിലൊന്നും ഒതുങ്ങൂല, ഒരിക്കലും ഒരു എവിഡൻസിൽ ഒതുങ്ങാൻ പറ്റില്ല. സെക്കൻഡറി ക്രൈം സീൻ ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു എവിഡൻസ് കിട്ടിയില്ല, ബോഡി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നാണെങ്കിൽ എന്താണ് ഉറപ്പായിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പേർട്ട് എന്ത് തീരുമാനിക്കും, അല്ലെങ്കിൽ എന്ത് നോട്ട് ചെയ്യും, ഇവിടെയല്ല ഈ ക്രൈം നടന്നേ എന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അതുകൂടാതെ എങ്ങനെ സ്ട്രോങ് ആയിട്ട് ലിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മേർഡർ നടത്തി ഈ പർട്ടിക്കുലർ എന്താണ് ബോഡി ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ആ ചാക്കിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എവിഡൻസ് കിട്ടാം, അല്ലേ? ചിലപ്പോൾ ഈ പറഞ്ഞ ഈ സസ്പെക്ടിന്റെ ഹെയർ സാമ്പിൾസ് കിട്ടാം, അല്ലേ? സ്ട്രഗിൾ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് വരാം, വരാതിരിക്കാം. അതുപോലുള്ള ഒരുപാട് എന്റമോളജിക്കൽ എവിഡൻസ് ഒക്കെ ഉണ്ടാവും. അത് പിന്നീട് പറയുന്നതായിരിക്കും. ഓർത്തിരിക്കുക എങ്ങനെ സ്ട്രോങ് ലിങ്ക് വരുന്നത് സസ്പെക്ട് ആൻഡ് വിക്ടിം തമ്മിൽ. അതായത് വിക്ടിമിന്റെ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്, നെയില്, ഹെയർ, ബ്ലഡ്, അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ എന്തുണ്ടാവാം സെക്കൻഡറി ക്രൈം സീന്ന് ചിലപ്പോൾ കിട്ടാം. അത്രേ ഉള്ളൂ. നമുക്ക് പ്രൈമറി ക്രൈം സീന്ന് കിട്ടുന്ന പോലെ ഒരിക്കലും കൂടുതൽ എവിഡൻസ് സെക്കൻഡറി ക്രൈം സീൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ് മാക്സിമം സെർച്ച് ചെയ്യുക ഫോർ ഫെർദർ എവിഡൻസസ്. രണ്ടാമത്തെയാണ് ബേസ്ഡ് ഓൺ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒക്കറൻസ്. ഒന്നാമത്തെയാണ് ഔട്ട്ഡോർ ക്രൈം സീൻ എന്ന് പറയുന്നത്. എന്താണ് ഔട്ട്ഡോർ ക്രൈം സീൻ? എ ക്രൈം ദാറ്റ് ഈസ് കമ്മിറ്റഡ് ഇൻ ആൻ ഓപ്പൺ ഏരിയ ആൻഡ് വൈഡ് ഏരിയ ലൈക്ക് എ ഫീൽഡ്, പാർക്ക്, റോഡ്, പ്ലേ ഗ്രൗണ്ട് എക്സെട്ര ഈസ് നോൺ ആസ് എൻ ഔട്ട്ഡോർ ക്രൈം സീൻ. അല്ലെ? ഔട്ട്ഡോർ ക്രൈം സീനിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ആൻഡ് ഔട്ട്ഡോർ ക്രൈം സീൻ ഇസ് മോർ വൾണറബിൾ ടു ലോസ് ഓർ കണ്ടാമിനേഷൻ ഓഫ് എവിഡൻസ്. കാരണം എന്താണ്, ഓപ്പൺ ഏരിയ ആണ്, അല്ലെ? ഉറപ്പായിട്ടും എന്താണ്, ഒരുപാട് ക്ലൈമറ്റിക് ചേഞ്ചസ് വരാം, അല്ലെ? ബൈ എന്തൊക്കെയാണ്, സൺലൈറ്റ്, എയർ, എക്സ്ട്രീം വെതർ, അല്ലെ? ക്ലൈമറ്റിക് ചേഞ്ചസ് കാരണം ഈ പറഞ്ഞ എവിഡൻസ് എന്താവാം, കണ്ടാമിനേഷൻ ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം, അല്ലെ ഡിസ്ട്രോയിഡ് ആവാം, ഒരുപാട് പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവിഡൻസ് ഫൗണ്ട് അറ്റ് ആൻ ഔട്ട്ഡോർ ക്രൈം സീൻ ഈസ് മോർ സസെപ്റ്റബിൾ. അതായത് വൾണറബിലിറ്റി കൂടുതലാണ്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് ഡയറക്ട്ലി എക്സ്പോസ് ആവുന്നതുകൊണ്ട് കണ്ടാമിനേഷനും അതേപോലെ ഡിസ്ട്രോയിങ്ങിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് എവിഡൻസ് ഫൗണ്ട് അറ്റ് ഔട്ട്ഡോർ ക്രൈംസിന് എന്താണ് മോർ സസെപ്റ്റബിൾ എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ലാർജർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ദി ക്രൈം സീൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ബോംബ് ബ്ലാസ്റ്റ് സീനാന്ന് വിചാരിക്കും. ബോംബ് ബ്ലാസ്റ്റ് സീനാണെങ്കിൽ ഈ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് വലിയ ഏരിയയിലാണെങ്കിൽ എത്രയോ ആൾക്കാരെ വേണ്ടി വരും, അല്ലെ? ഒരുപാട് ആൾക്കാർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ വേണ്ടി വരും. ഒന്നോ രണ്ടോ ആൾക്കാരെ മതിയോ? പോരാ. അതുകൊണ്ട് ഒരു ലാർജ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീംസ് ആണ്. അല്ലെങ്കിൽ എയറോപ്ലെയിൻ ക്രാഷ്, ഇതുപോലെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലാണ് ഇപ്പം ഈ പറഞ്ഞ ഒരു ക്രൈം നടന്നതെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ആവശ്യമാണ്. ഇറ്റ് ഈസ് മോർ പ്രോൺ ടു ഡാമേജ് ടു എവിഡൻസ് ബൈ ക്ലൈമറ്റിക് കണ്ടീഷൻ.
അല്ലെ, ഡയറക്ട്ലി എക്സ്പോസ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈസിലി ഡാമേജ് ആവാൻ ഒരു സാധ്യതയുണ്ട് അല്ലെ എവിഡൻസിന്. പിന്നെ മോർ ഐ വിറ്റ്നസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഔട്ട്ഡോർ ക്രൈം സീൻ വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ സോൾവ് ദി കേസ് മോർ ക്വിക്കലി അല്ലെ. ഇൻഡോർ ക്രൈം നടക്കുന്നത് എവിടെയായിരിക്കും? അടുത്ത ഇൻഡോർ ക്രൈമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഇൻഡോർ ക്രൈം ഒരു കൺഫൈൻഡ് ഏരിയയിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഔട്ട്ഡോർ ക്രൈം എന്താണ്? ഓപ്പൺ ഏരിയ ആണ്. ചിലപ്പോൾ അവിടെ വിറ്റ്നസ് കാണാൻ സാധ്യത കൂടുതലായിരിക്കും. അത് മാത്രമല്ല, വിറ്റ്നസ് എന്തുവാ ഐ വിറ്റ്നസ് മാത്രമല്ല, CCTV ഫുട്ടേജും ചിലപ്പം കിട്ടാം. CCTV ഫുട്ടേജും പോസിബിൾ ആണ്. ഐ വിറ്റ്നസ് പോസിബിൾ ആണ്. അടുത്തത്, ദ ഗ്രിഡ് ഓർ സ്ട്രിപ്പ് സെർച്ച് മെത്തേഡ് പ്രൊവൈഡ്സ് എ ബെറ്റർ റിസൾട്ട് ഫൈൻഡിങ് എവിഡൻസ് അറ്റ് ആൻ ഔട്ട്ഡോർ ക്രൈം സീൻ. ഗ്രിഡ് മെത്തേഡ്, സ്ട്രിപ്പ് മെത്തേഡ്, ഈ രണ്ട് മെത്തേഡ് മാത്രമല്ല, വീൽ മെത്തേഡ് ഉണ്ട്. ക്രൈം സീൻ സെർച്ച് മെത്തേഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരും, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാം. വീൽ മെത്തേഡ് ഉണ്ട്, അതേപോലെ സോണൽ സെർച്ച് ഉണ്ട്. അതിൽ വീൽ മെത്തേഡും സത്യം പറഞ്ഞാൽ മോസ്റ്റ് എഫക്റ്റീവ് ആണ് ലാർജ് ഏരിയ ക്രൈം സീൻസിലൊക്കെ. ഇപ്പം ഔട്ട്ഡോർ ക്രൈം അടക്കം ഒരു ഷോർട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ എന്താണ് ഗ്രിഡ് സ്ട്രിപ്പ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അഥവാ ഔട്ട്ഡോർ ക്രൈംസ് ഇൻ ലാർജ് ഏരിയ, ലൈക്ക് ഒരു ബോംബ് ബ്ലാസ്റ്റ്, എയറോപ്ലെയിൻ ക്രാഷ് ഒക്കെ ആണെങ്കിൽ വീൽ മെത്തേഡ് ആണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇൻഡോർ ക്രൈം സീൻ ആണ്. എ ക്രൈം ദാറ്റ് ഇസ് കമ്മിറ്റഡ് ഇൻ ആൻ എൻക്ലോസ്ഡ് ആൻഡ് എ സ്മോൾ ഏരിയയിലേക്ക്, അതായത് കൺഫൈൻഡ് ഏരിയയിലാണ് എന്ത് നടക്കുന്നത്? ഇൻഡോർ ക്രൈം സീൻ നടക്കുന്നത്. ലൈക്ക് റൂം, ഹാൾ, കോറിഡോർ, കിച്ചൺ എക്സെട്ര ഈസ് നോൺ ആസ് ഇൻഡോർ ക്രൈം സീൻ. ഇൻഡോർ ക്രൈം സീൻ എന്നാൽ ലെസ് വൾണറബിൾ ടു ലോസ് ഓർ കണ്ടാമിനേഷൻ ഓഫ് എവിഡൻസ് ആണ്. കാരണം ഔട്ട്ഡോർ ക്രൈം സീൻ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം കൺഫൈൻഡ് ഏരിയയിലാണ് അല്ലെ. ഇൻഡോറിൽ നടക്കുന്നതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടർ അല്ലെങ്കിൽ വെതർ കണ്ടീഷൻ എന്ത് ചെയ്യില്ല, ഡയറക്ട്ലി ഒരു എവിഡൻസ് എക്സ്പോസ് ആവുന്നില്ല. സോ കമ്പയർ ടു ഔട്ട്ഡോർ ക്രൈം സീൻ, ഇൻഡോർ ക്രൈം സീനിൽ പ്രസന്റ് ആയിരിക്കുന്ന എവിഡൻസ് എന്താണ്? കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ആസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ആൻ എൻക്ലോസ്ഡ് ഏരിയ. എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നേരെ ഔട്ട്ഡോർ ക്രൈംസിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ലെസ് സസെപ്റ്റബിൾ ആണ്. കാരണം എൻവയോൺമെന്റൽ കണ്ടീഷന് ഡയറക്റ്റ് എക്സ്പോസ് ആവുന്നില്ല. ഇറ്റ് റിക്വയർസ് എ സ്മോൾ ടീം. ഇൻവെസ്റ്റിംഗ് ഓഫീസറിന് സ്മോൾ ടീം മതി അല്ല, ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ മതിയാവും ചെറിയ ഏരിയയിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഫോറൻസിക് എക്സ്പെർട്ട് ആസ് ദി ഏരിയ ഓഫ് ഇൻഡോർ ക്രൈം ഇസ് ജനറലി സ്മോൾ. അടുത്തത്, ലെസ് പ്രോൺ ടു ഡാമേജ് ടു എവിഡൻസ് ത്രൂ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലെ. ഡയറക്റ്റ് സൺലൈറ്റോ ഡയറക്റ്റ് വിൻഡോ ഒന്നും, ഹ്യൂമിഡിറ്റി ഒന്നും അതിനെ, ഹ്യൂമിഡിറ്റി അല്ല, സൺലൈറ്റോ വിൻഡോ ഉള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി അതിനെ എഫക്ട് ചെയ്യുന്നില്ല. ലെസ് ഓർ നോ ഐ വിറ്റ്നസ് അല്ല, കൺഫൈൻഡ് ക്രൈം സീൻ ആയതുകൊണ്ട്, ഇൻഡോർ ആയതുകൊണ്ട് ഐ വിറ്റ്നസ് അല്ലെങ്കിൽ CCTV ഫുട്ടേജിന്റെ ഒക്കെ ചാൻസസ് വളരെ വളരെ കുറവാണ്. നമുക്ക് കിട്ടില്ല എന്ന് 100% പറയാൻ പറ്റില്ല, സാധ്യത കുറവാന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഇൻഡോർ ക്രൈം സീൻ ആസ് ദർ ഏരിയസ് ആർ ജനറലി ക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പിന്നെ സ്പൈറൽ, സർക്കുലർ, സോണൽ സെർച്ച് അല്ലെ. ഇതിലും എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രിഡ് അല്ലെങ്കിൽ ലൈൻ സെർച്ച്. ഓക്കെ, ലൈൻ സെർച്ച് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. വീൽ മെത്തേഡ് ഇതിന്റെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ലാർജ് ഏരിയ ക്രൈം സീൻസിലാണ്. സ്പൈറൽ യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്, നമ്മൾ പ്രയോറിറ്റി ആണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്രിഡും ലൈനും ആണ്, സോണൽ സെർച്ചും ആണ്. സർക്കുലർ അല്ലെങ്കിൽ സർക്കുലർ സ്പൈറലൊക്കെ സിമിലർ ആട്ടോ. സർക്കുലർ സ്പൈറലൊക്കെ സിമിലർ ആണ്, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഓർത്തിരിക്കുക, ഗ്രിഡ്, ലൈന്, സോണൽ സെർച്ചറാണ് ഏറ്റവും കൂടുതൽ ഇൻഡോർ ക്രൈം സീനിൽ പ്രിഫർ ചെയ്യാറ്. ഓക്കെ. ഇനി ഫൈനലായിട്ട് പറയാനുള്ള മൊബൈൽ അല്ലെങ്കിൽ കൺവെയൻസ് ക്രൈംസ് എന്ന് പറയുന്നത്. ഈ കൺവെയൻസ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഒരു ക്രൈം ചിലപ്പോൾ ഒരു വാനിൽ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാറിൽ നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു കിഡ്നാപ്പിംഗ് സീനാണ്. കിഡ്നാപ്പിംഗ് ആണ് ഒരു ക്രൈം എങ്കിൽ എന്താണ്, അത് ഇൻഡോറിലാണോ? നമുക്ക് ഔട്ട്ഡോർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു വാൻ, ഒരു വെഹിക്കിളിലാണ് നടക്കുന്നത് അല്ലെ. സോ എന്താണ്, ടൈപ്സ് ഓഫ് ക്രൈം കമ്മിറ്റഡ് ഇൻ കൺവെയൻസ് ഇൻക്ലൂഡ് വെഹിക്കിൾ, ട്രെയിൻ, ബസ്, ലിഫ്റ്റ്, ഫ്ലൈറ്റ് എക്സെട്ര. പിന്നെ എന്താ, ഫിസിക്കൽ എവിഡൻസ് റിക്കവേർഡ് ഫ്രം ദീസ് സീൻസ് മേ എക്സ്റ്റെൻഡ് വെൽ ബിയോണ്ട് ദി കൺവെൻസ്. അതായത് ഇതിനൊരു നമുക്കൊരു ബൗണ്ടറി ഇല്ല അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ എവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തു, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു, അതുവരെയാണ് നമ്മളെ ക്രൈം സീൻ അല്ലെ. അതിനൊരു നമുക്കൊരു ബോർഡർ വെക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഏരിയയിൽ ചിലപ്പോൾ പല എവിഡൻസ് നമുക്ക് കിട്ടും. സോ മൊബൈൽ ക്രൈം സീൻ എന്താണ്, അനാലിസിസ് ചെയ്യാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. ഒരുപാട് കമ്പയർ ടു അതർ ക്രൈം സീൻസ്, മൊബൈൽ ക്രൈം സീൻസ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കും, കാരണം അതിനൊരു ലിമിറ്റ് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം സീനാണ്. ഓക്കെ, ഇത്രയാണ് ക്രൈം സീൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൈം സീൻ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.